ജീവിതത്തിൽ റിസ്ക് എടുത്ത് വിജയിക്കുന്ന ആളുകൾക്ക് പൊതുവെ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ നമ്മൾ പറയാറുള്ളൊരു കഥയുണ്ട്. കോളേജ് പഠനം ഉപേക്ഷിച്ച് ഔപചാരിക വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് ലോകത്തിലെ ഏറ്റവും ധനികരായി മാറിയ ഒരാളെക്കുറിച്ച്, ധീരമായ തീരുമാനങ്ങൾ എടുത്തതുകൊണ്ട് മാത്രം വിജയിച്ച ഒരാളെക്കുറിച്ച്. പറഞ്ഞു വന്നത് ബിൽ ഗേറ്റ്സിനെ കുറിച്ചാണ്. കാര്യം കഠിനാധ്വാനവും റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റിയും ഒക്കെയാണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് നയിച്ചതെങ്കിലും അതിന്റെ പിന്നിൽ മറ്റൊരു ആംഗിൾ കൂടിയുണ്ട്. വളരെ പ്രശസ്തമായ ദി സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിൽ മോർഗൻ ഹൗസൽ പറയുന്ന ഒരു ആംഗിൾ, വിജയം കഠിനാധ്വാനത്തിൽ കൂടി മാത്രമല്ല, ചിലപ്പോൾ ഭാഗ്യം കൂടി ഉണ്ടെങ്കിലേ സാധ്യമാകൂ എന്ന സത്യം. ബിൽ ഗേറ്റ്സിന് അക്കാലത്തെ ലക്ഷക്കണക്കിന് കൗമാരക്കാർക്ക് കിട്ടാത്ത ഒരു ഭാഗ്യം കിട്ടിയിരുന്നു. ആയിരക്കണക്കിന് മണിക്കൂർ നീളുന്ന കമ്പ്യൂട്ടർ പരിശീലനം. അതും കമ്പ്യൂട്ടർ എന്നത് വിചിത്രമായ എന്തോ ഒരു യന്ത്രമാണെന്ന് വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിൽ. തന്റെ വെറും 13-ാം വയസ്സിൽ വാഷിംഗ്ടണിലെ വളരെ പ്രശസ്തമായ ലേക്ക് സൈഡ് സ്കൂളിൽ വെച്ചാണ് ബിൽ ഗേറ്റ്സ് കമ്പ്യൂട്ടർ ആദ്യമായി കാണുന്നതും ഉപയോഗിക്കുന്നതും. അക്കാലത്ത് യൂണിവേഴ്സിറ്റികളിൽ പോലും കമ്പ്യൂട്ടർ എന്നത് എത്തിയിട്ടില്ല എന്ന് ഓർക്കണം. കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്ന വളരെ അപൂർവം സ്കൂളുകളിൽ ഒന്നായ ഒരിടത്താണ് ബിൽ ഗേറ്റ്സ് പഠിച്ചത്. സ്കൂളിലെ മറ്റ് പല ആക്ടിവിറ്റീസും ഒഴിവാക്കി ആ ബാലൻ കമ്പ്യൂട്ടറിന് മുന്നിൽ സമയം ചെലവഴിച്ചു. അവിടെ വെച്ചാണ് പോൾ അലൻ എന്ന സുഹൃത്തിനെ അദ്ദേഹത്തിന് കിട്ടുന്നത്. തന്നെപ്പോലെ കമ്പ്യൂട്ടറിനോട് അഗാധമായ ഒബ്സഷനുള്ള, തൻ്റെ അതേ സ്വപ്നങ്ങളും ആശയങ്ങളുമുള്ള ഒരു സുഹൃത്തായിരുന്നു പോൾ അലൻ. ഇത് മനസ്സിലായതോടെ ഇരുവരും ഒരുമിച്ച് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. അവരിലേക്ക് മൂന്നാമനായി കെൻ ഡിവാൻസ് എന്നൊരാൾ കൂടി വന്നു. കെൻ ശരിക്കും ബിൽ ഗേറ്റ്സിന്റെ ഒപ്പത്തിന് നിൽക്കുന്ന ഒരാളായിരുന്നു. ബിൽ ഗേറ്റ്സിന്റെ ഐഡിയകളിൽ അതിനേക്കാൾ ശക്തമായ പോയിന്റുകൾ ആഡ് ചെയ്യാൻ കഴിവുള്ള ഒരാൾ. 3 പേരും ചേർന്നതോടെ അവരുടെ സ്വപ്നത്തിന് ചിറക് വയ്ക്കാൻ എളുപ്പമാണെന്ന് തന്നെ ആ പയ്യന്മാർ കരുതി. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. ബിൽ ഗേറ്റ്സിനൊപ്പം ടെക് ലോകം ആരാധനയോടെ ഓർത്തിരിക്കുമായിരുന്ന ആ പേര് കെൻ ഡിവാൻസ്. പക്ഷെ തൻ്റെ സ്വപ്നങ്ങളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് 1972 തൻ്റെ വെറും 17-ാം വയസ്സിൽ ഒരു മൗണ്ടനിയറിംഗ് അപകടത്തിൽ മരണപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഠിനാധ്വാനത്തോടൊപ്പം കഴിവിനൊപ്പം ഭാഗ്യവും ചേരുമ്പോഴുള്ള കഥ. ഭാഗ്യം തുണയ്ക്കാതെ പോകുന്ന ചിലരെക്കുറിച്ചുള്ള കഥ കൂടിയാണിത്. കെൻ ഡിവാൻസിന്റെ വിടവ് അങ്ങനെ തന്നെ ഉണ്ടെങ്കിലും ബാക്കി 2 പേർ തങ്ങളുടെ സ്വപ്നവുമായി മുന്നോട്ട് തന്നെ കുതിച്ചു. 1975 പോപ്പുലർ ഇലക്ട്രോണിക്സ് മാസികയുടെ കവർ പേജിൽ ആൾട്ടയർ 8800 എന്ന മൈക്രോ കമ്പ്യൂട്ടറിന്റെ ഒരു ചിത്രം വന്നപ്പോൾ ആ 2 സുഹൃത്തുക്കൾ അതൊരു നല്ല അവസരമായിട്ട് തോന്നി. സോഫ്റ്റ്വെയർ പോലും നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ അതിനായി ഒരു പ്രോഗ്രാമിംഗ് ഭാഷ എഴുതാൻ കഴിയുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ആ ധീരമായ വിശ്വാസത്തിന്റെ കുതിപ്പ് 1975 ഏപ്രിൽ 4 അവർ സ്ഥാപിച്ച ഒരു കമ്പനിയുടെ അടിത്തറയായി മാറി. എന്തിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നോ ആ 2 വാക്കുകൾ കൂട്ടിയോജിപ്പിച്ച് അവർ അവരുടെ കമ്പനിക്ക് പേരുമിട്ടു. മൈക്രോ കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും ചേർത്ത് മൈക്രോസോഫ്റ്റ്. കമ്പനിയുടെ ഏറ്റവും നിർണായകമായ ആദ്യ നിമിഷം വന്നത് 1981 അന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ കമ്പ്യൂട്ടർ കമ്പനിയായിരുന്ന IBM അതിൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിനായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം നൽകാൻ മൈക്രോസോഫ്റ്റിനെയാണ് തിരഞ്ഞെടുത്തത്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് MS-DOS ആയി മാറിയത്. മുഴുവൻ PC വ്യവസായത്തെയും രൂപപ്പെടുത്തുകയും മൈക്രോസോഫ്റ്റിനെ കമ്പ്യൂട്ടിംഗ് വിപ്ലവത്തിന്റെ നെറുകയിൽ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു കരാറായിരുന്നു അത്. 1980കളിലും 1990കളിലും മൈക്രോസോഫ്റ്റ് വിൻഡോസ് പുറത്തിറക്കി. അതൊടുവിൽ ആഗോളതലത്തിൽ പ്രബലമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി മാറി. മിക്ക പേഴ്സണൽ കമ്പ്യൂട്ടറുകൾക്കും രണ്ടാമതൊന്നും ആലോചിക്കാനില്ലാത്ത ഒരേ ഒരു ചോയ്സായി മാറുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള ബിസിനസ്സുകൾക്കും സർക്കാരുകൾക്കും സ്കൂളുകൾക്കും അത്യാവശ്യമായി മാറിയ ഒരു ഉൽപാദനക്ഷമതാ സ്യൂട്ടായ മൈക്രോസോഫ്റ്റ് ഓഫീസും കമ്പനി അവതരിപ്പിച്ചു. 1990കളുടെ മധ്യത്തോടെ മൈക്രോസോഫ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സാങ്കേതിക കമ്പനികളിൽ ഒന്നായി മാറി. മൈക്രോസോഫ്റ്റിനുള്ളിലെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വളരെ കഠിനമായ ഒന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മീറ്റിങ്ങുകൾ കൂടാതെ സംവാദങ്ങൾക്ക് പേര് കേട്ടതായിരുന്നു അത്രേ. കൂടാതെ കാര്യക്ഷമതയുള്ള ടീമുകളെ വാർത്തെടുക്കാനുള്ള മാനേജ്മെന്റിന്റെ ഇടപെടലുകൾ ഒക്കെയും തികഞ്ഞ മത്സരബുദ്ധിയോടെയായിരുന്നു പോലും. അതുകൊണ്ട് തന്നെ ആവണമല്ലോ വിജയക്കുതിപ്പ് തുടരാൻ മൈക്രോസോഫ്റ്റിന് സാധിച്ചത്. എന്നാൽ മത്സരബുദ്ധിയോടെയുള്ള കുതിപ്പ് വിവാദപരമായ പല കാര്യങ്ങൾക്കും കാരണമാവുകയും ചെയ്തു. 1990കളുടെ അവസാനത്തിൽ മൈക്രോസോഫ്റ്റ് US ഗവൺമെന്റിൽ നിന്ന് ആന്റി ട്രസ്റ്റ് കേസ് നേരിട്ടു. മൈക്രോസോഫ്റ്റ് അതിൻ്റെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ബ്രൗസറിനെ വിൻഡോസുമായി സംയോജിപ്പിച്ച് അതിൻ്റെ ആധിപത്യം ദുരുപയോഗം ചെയ്തുവെന്നും ഇത് എതിരാളികൾക്ക് അതിജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നുമായിരുന്നു ആരോപണം. ടെക് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമ പോരാട്ടങ്ങളിലൊന്നായി ഈ കേസ് മാറുകയും മൈക്രോസോഫ്റ്റിനെ അതിൻ്റെ ബിസിനസ് രീതികൾ പുനർവിചിന്തനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. കമ്പനിയുടെ പ്രതിച്ഛായ നൂതനമായ ഒരു പൈനിയറിൽ നിന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകുന്ന ഒരു പ്രമുഖ ടെക് ഭീമനായി മാറിയ ഒരു കാലഘട്ടത്തിന്റെ തുടക്കവും ഇത് അടയാളപ്പെടുത്തി. 2000 സ്റ്റീവ് ബാൽമർ CEO ആയി. അദ്ദേഹത്തിന്റെ നേതൃകാലത്ത് മൈക്രോസോഫ്റ്റ് വളരെ ലാഭകരമായി തുടർന്നു. എന്റർപ്രൈസ് സോഫ്റ്റ്വെയറിലേക്ക് വികസിക്കുകയും എക്സ്ബോക്സ് ഗെയിമിംഗ് കൺസോൾ പോലുള്ള ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുകയും ചെയ്തു.
എന്നാൽ സാങ്കേതികവിദ്യയിലെ പ്രധാന മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ കമ്പനി ശരിക്കും പാടുപെട്ടു. സ്മാർട്ട് ഫോണുകളുടെ ഉയർച്ച മൈക്രോസോഫ്റ്റിനെ അത്ഭുതപ്പെടുത്തി. ആപ്പിളിന്റെ ഐഫോണിനും ഗൂഗിളിന്റെ ആൻഡ്രോയിഡിനും എതിരായി വിൻഡോസ് ഫോണിന് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല. 2010കളുടെ തുടക്കത്തിൽ മൈക്രോസോഫ്റ്റിന് അതിന്റെ നൂതനമായ പ്രാധാന്യം നഷ്ടപ്പെട്ടുവെന്ന് പലരും വിശ്വസിച്ചു. എന്നാൽ 2014 സത്യ നദല്ല CEO ആയത് ഈ പ്രവചനങ്ങളെല്ലാം തച്ചുടച്ചുകൊണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ ലൈസൻസിങ്ങിന് പകരം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് കോർപ്പറേഷൻ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നദല്ല മൈക്രോസോഫ്റ്റിന്റെ തന്ത്രങ്ങളൊക്കെയും മാറ്റിപ്പിടിച്ചു. അദ്ദേഹം കമ്പനി സംസ്കാരത്തെയും മാറ്റിയെടുത്തു. മത്സരബുദ്ധിയും കഠിനമായ വർക്ക് അറ്റ്മോസ്ഫിയറും ഒക്കെ മാറ്റി തുറന്ന മനസ്സോടെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമീപനവും അന്യോന്യമുള്ള സഹകരണവും ഒക്കെ പ്രോത്സാഹിപ്പിച്ചു. ഇത് പിൽക്കാലത്ത് കമ്പനിയുടെ പേരിനെ വ്യത്യസ്തമാക്കാനും സഹായിച്ചിട്ടുണ്ട്. നദല്ലയുടെ കീഴിൽ മൈക്രോസോഫ്റ്റ് അസൂർ ലോകത്തിലെ മുൻനിര ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി മാറി. ആമസോൺ വെബ് സേവനങ്ങളുമായി നേരിട്ട് മത്സരിച്ചു. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വേഗത്തിൽ വരുമാനത്തിന്റെയും വളർച്ചയുടെയും ഒരു പ്രധാന ചാലകമായി മാറി. ഒരു പുതിയ യുഗത്തിനായി മൈക്രോസോഫ്റ്റിനെ സ്വയം പുനർനിർമ്മിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഓപ്പൺ എഐയുമായുള്ള പങ്കാളിത്തത്തിൽ കോടിക്കണക്കിന് നിക്ഷേപിച്ചുകൊണ്ട് മൈക്രോസോഫ്റ്റ് അതിന്റെ ഏറ്റവും ധീരമായ നീക്കങ്ങളിലൊന്ന് നടത്തി. അതിന്റെ ഉൽപ്പന്നങ്ങളിലും ക്ലൗഡ് സേവനങ്ങളിലും ഡെവലപ്പർ ഉപകരണങ്ങളിലും വിപുലമായ AI കഴിവുകൾ സംയോജിപ്പിച്ചു. ഇത് കമ്പനിയെ AI വിപ്ലവത്തിന്റെ മുൻപന്തിയിൽ തന്നെ നിർത്തി. പിന്നീട് മൈക്രോസോഫ്റ്റ് അതിന്റെ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി തന്ത്രപരമായ പല ഏറ്റെടുക്കലുകളും നടത്തി. പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗിലേക്ക് തങ്ങളുടെ ആധിപത്യം വികസിപ്പിച്ചുകൊണ്ട് $26 ബില്യൺ ലിങ്ക്ഡിൻ എന്ന പ്ലാറ്റ്ഫോം സ്വന്തമാക്കി. ലോകമെമ്പാടുമുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർക്കുള്ള ഒരു കേന്ദ്ര പ്ലാറ്റ്ഫോമായി ഗിറ്റ്ഹബ് വാങ്ങി. കൂടാതെ ടെക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടപാടുകളിലൊന്നായ ആക്ടിവിഷൻ ബ്ലിസാർഡിനെ ഏകദേശം $69 ബില്യൺ സ്വന്തമാക്കിക്കൊണ്ട് ഗെയിമിംഗിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തി. ഇന്ന് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഉൽപ്പാദനക്ഷമത, സോഫ്റ്റ്വെയർ, എന്റർപ്രൈസ് സൊല്യൂഷൻസ്, ഗെയിമിംഗ്, പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് എന്നിവയുൾപ്പെടെ ഒന്നിലധികം വിഭാഗങ്ങളിൽ നിന്ന് മൈക്രോസോഫ്റ്റ് വരുമാനമുണ്ടാക്കുന്നു. അതിന്റെ വിപണി മൂല്യം $3 ട്രില്യൺ കടന്നിരിക്കുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനികളിലൊന്നാക്കി മൈക്രോസോഫ്റ്റിനെ അടയാളപ്പെടുത്തുന്നു. ഓഫീസ്, വിൻഡോസ്, ലിങ്ക്ഡിൻ, എക്സ്ബോക്സ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ശക്തമായ വരുമാനം സൃഷ്ടിക്കുന്നത് തുടരുമ്പോൾ അസൂർ ഒരു പ്രധാന വളർച്ചാ എഞ്ചിനായി തുടരുകയും ചെയ്യുന്നു. മൈക്രോസോഫ്റ്റിന്റെ കഥ സോഫ്റ്റ്വെയറിനെ കുറിച്ചോ ബിസിനസ് വിജയത്തെക്കുറിച്ചോ മാത്രമല്ല. ഇത് സമയം, അവസരം, കൃത്യമായ സമയത്തെ പ്രധാനമായ തീരുമാനങ്ങൾ, മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടിയാണ്. ധീരമായ മത്സരങ്ങൾ, തീവ്രമായ മത്സരം, നിയമയുദ്ധങ്ങൾ, നഷ്ടപ്പെട്ട അവസരങ്ങൾ, ലോകം മാറുമ്പോൾ രൂപാന്തരപ്പെടാനുള്ള കഴിവ് എന്നിവയെക്കുറിച്ചാണ്. സ്ഥാപിതമായി ഏകദേശം 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം മൈക്രോസോഫ്റ്റ് എന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനി മാത്രമല്ല, ഒരു ക്ലൗഡ് ലീഡർ, ഒരു എന്റർപ്രൈസ് പവർ ഹൗസ്, ഒരു ഗെയിമിംഗ് ഭീമൻ, കൃത്രിമ ബുദ്ധിയുടെ ഭാവി രൂപപ്പെടുത്തുന്ന പ്രധാന കളിക്കാരിലൊരാൾ എന്നിവയൊക്കെയാണ്. ദി സൈക്കോളജി ഓഫ് മണി എന്ന ബുക്കിനെ ഞാൻ ആദ്യം പ്രതിപാദിച്ചത് അതുകൊണ്ടാണ്. കൃത്യമായ ലക്ഷ്യമില്ലാതെ, ശക്തമായ അഭിനിവേശമില്ലാതെ ഒന്നിനും ഇറങ്ങിത്തിരിക്കരുത്. പഠനം ഉപേക്ഷിക്കാനുള്ള കാരണമായിട്ടല്ല ബിൽഗേറ്റ്സിനെ കാണേണ്ടത്. കൃത്യമായ സമയത്ത് എന്ത് ചെയ്താലാണ് നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുക എന്നതിനുള്ള ഉദാഹരണമാണ് അദ്ദേഹം. കിട്ടുന്ന അവസരങ്ങളെ അതിനായി ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ സ്വപ്നയാത്രയ്ക്ക് ആവശ്യമായതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക. ലോകം നിമിഷ നേരത്ത് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും അതിനൊപ്പം മാറാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹത്തേക്കാൾ പ്രാധാന്യം വിപണി എന്താവശ്യപ്പെടുന്നു എന്നതാണ്. വിരൽത്തുമ്പിൽ ലോകം കാണാനുള്ള വിദ്യകൾ ആളുകൾ കണ്ടുപിടിക്കുമ്പോൾ 32 ഇഞ്ചുള്ള യന്ത്രത്തിൽ ലോകം കാണാനുള്ള വിദ്യ മാത്രമേ ഞാൻ തയ്യാറാക്കൂ എന്നുള്ള പിടിവാശി നിങ്ങൾ എവിടെയും എത്തിക്കില്ല. കൃത്യമായ അളവിൽ കൃത്യസമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് മാത്രമേ നിങ്ങളെ മുന്നോട്ട് നയിക്കാനാവൂ. ഒപ്പം ചുറ്റും നടക്കുന്ന എല്ലാത്തിനെയും നിരീക്ഷിക്കുക, നല്ലതിനെ അംഗീകരിക്കുക, വളർച്ചയുടെ പടികളിൽ ഒപ്പമുള്ളവരെയും കൈപിടിച്ച് വളർത്തുക. നിങ്ങളിലെ സംരംഭകന് മൈക്രോസോഫ്റ്റ് നൽകുന്ന പാഠങ്ങൾ ഇതൊക്കെയാണ്. നന്ദി.